ഹായ്, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിമോട്ട് സെൻസിൻ്റെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനെ കുറിച്ചിട്ടാണ്. ആൻഡ് റിമോട്ട് സെൻസിങ്ങിലൂടെ കിട്ടുന്ന ഡാറ്റ കൊണ്ട് നമുക്ക് എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഡാറ്റയാണ് നമുക്ക് റിമോട്ട് സെൻസിങ്ങിലൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞു. ഒന്ന് പിക്ടോറിയൽ ഡാറ്റ, രണ്ടാമത്തത് ഡിജിറ്റൽ ഡാറ്റ. പിക്ടോറിയൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന ടൈപ്പ് പിക്ചേഴ്സ്. അത് ഒന്നീ സാറ്റലൈറ്റിൽ നിന്നായിരിക്കാം നമുക്ക് ആ ഇമേജ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും എയ്റോപ്ലെയിൻ അങ്ങനെയുള്ള എയർ ബോൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ആവാം പിക്ടോറിയൽ ഡാറ്റയിൽ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഡിജിറ്റൽ ഡാറ്റ. ഈ 2 ഡാറ്റയും എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിക്ടോറിയൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏരിയൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് ആണ് പിക്ടോറിയൽ ഡാറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഈ ടൈപ്പ് ഓഫ് ഡാറ്റ, പിക്ടോറിയൽ ഡാറ്റ നമ്മൾ യൂഷ്വലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വിഷ്വലി ആണ്. ആൻഡ് വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇത് കുറച്ച് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് കിട്ടുന്നത് ഡിജിറ്റൽ ഡാറ്റയാണ്, ഓർ ഡിജിറ്റൽ ഇമേജസ്. ആൻഡ് ഈ ഡിജിറ്റൽ ഡാറ്റ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ റിമോട്ട് സെൻസിങ് ഡാറ്റ 2 ടൈപ്പ് ഇൻ്റർപ്രിറ്റേഷനാണുള്ളത്. വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷനും ഉണ്ട്, ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷനും ഉണ്ട്. ഏത് ടൈപ്പ് ഡാറ്റയാണ് ഉള്ളതെന്നനുസരിച്ചിരിക്കും എന്ത് ടൈപ്പ് ഓഫ് ഇൻ്റർപ്രിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഇരിക്കുന്നത്. അതായത് വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പിക്ടോറിയൽ ഡാറ്റയ്ക്കാണ്, ഏരിയൽ ഫോട്ടോഗ്രാഫ്സിനൊക്കെ. ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്നത് ഡിജിറ്റൽ ഡാറ്റയ്ക്കാണ്. അതൊരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി മാത്തമാറ്റിക്കലി ആണ് നമ്മൾ ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്നത്. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പിക്ടോറിയൽ ഡാറ്റയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് പിക്ടോറിയൽ ഡാറ്റ നമുക്ക് റിമോട്ട് സെൻസിങ്ങിൽ കിട്ടുന്നത് ഒന്നുകിൽ ഏരിയൽ ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചെടുക്കുന്ന ഇമേജസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇവരെ നമ്മൾ യൂഷ്വലി ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് വിഷ്വലി ആണ്. ആൻഡ് ഇങ്ങനെ കിട്ടുന്ന ഏരിയൽ ഫോട്ടോഗ്രാഫ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ സയൻസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോഗ്രാമെട്രി. അപ്പോൾ ഏരിയലായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആ ബ്രാഞ്ച് ഓഫ് സയൻസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോഗ്രാമെട്രി. ആൻഡ് വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പ്രോസസ്സല്ല. നമ്മളതിന് കുറേ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കിട്ടുന്ന ഏരിയൽ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോട്ടോസ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്നത്. ആൻഡ് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് പോക്കറ്റ് സ്റ്റീരിയോസ്കോപ്പ്, മിറർ സ്റ്റീരിയോസ്കോപ്പ്, പ്ലോട്ടർ. ആൻഡ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏരിയ അല്ലെങ്കിൽ ഹൈറ്റ്, സ്ലോപ്പ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ ഒരു വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ വളരെ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്ത് നടത്തുന്ന ഒരു പ്രോസസ്സുമാണ്. ആൻഡ് എക്സ്റ്റെൻസീവ് ട്രെയിനിങ് ഉള്ള ഒരാൾക്ക് ഈ വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് വളരെ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള പ്രോസസ്സാണ് ഈ വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എക്സ്റ്റെൻസീവ് ട്രെയിനിങ് വേണം. അതുകൂടാണ്ട് തന്നെ ഒരു ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള പ്രോസസ്സാണ് വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് കിട്ടുന്ന ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇമേജസിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് യൂഷ്വലി നമ്മുടെ ആ ഇമേജിലുള്ള ഫീച്ചേഴ്സിൻ്റെ സൈസ്, ഷേപ്പ്, ടെക്സ്ചർ,
ഷാഡോ, പാറ്റേൺസ്, ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പിക്ചറിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തെടുക്കുന്നത്. ആൻഡ് ഈ ഒരു വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ആ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമുക്ക് സാറ്റലൈറ്റ് ഇമേജറീസിൽ കൂടെ കിട്ടുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഗ്രേ സ്കെയിലായിരിക്കും. ആൻഡ് നമ്മുടെ ഹ്യൂമൻ ഐക്ക് എല്ലാ ടോൺസ് ഓഫ് ഗ്രേസും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊരു ഇൻ്റർപ്രിറ്റേഷനിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് വരാം. പിന്നെ ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റ കമ്പൈൻ ചെയ്യാനും ഈ ഒരു വിഷ്വൽ ഇൻ്റർപ്രിറ്റേഷനിൽ ഇഷ്യൂ വരാം. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡാറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രേ സ്കെയിലേ നമുക്ക് കിട്ടുകയുള്ളൂ. സെക്കൻഡ് വൺ, നമുക്ക് ഹ്യൂമൻ ഐക്ക് ഡിഫറൻഷിയേറ്റ് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന കളർ ടോൺസ് വളരെ ലിമിറ്റഡ് ആണ്. ആൻഡ് തേർഡ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസ് കമ്പൈൻ ചെയ്യാൻ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണ് ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ. ആൻഡ് ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷനിൽ നമ്മൾ യൂഷ്വലി ഡിജിറ്റൽ ഡാറ്റയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ആണ് നമ്മൾ ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എർത്തിൻ്റെ സർഫസിലുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം ഡിജിറ്റൽ ഡാറ്റയിൽ നിന്ന്. അതാണ് ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് പോപ്പുലർലി ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷനിൽ വിളിക്കുന്ന ഒരു പേരാണ് ഇമേജ് പ്രോസസ്സിംഗ്. ആൻഡ് 3 സ്റ്റെപ്സാണ് ഈ ഇമേജ് പ്രോസസ്സിങ്ങിനുള്ളത്. ഇമേജ് കറക്ഷൻ, ഇമേജ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ഇമേജ് പ്രോസസ്സിംഗ് എന്നാണ്. ആൻഡ് 3 സ്റ്റെപ്പിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ഇമേജ് കറക്ഷൻ, സെക്കൻഡ് വൺ ഇമേജ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് തേർഡ് വൺ ആണ് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഇമേജ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിജിറ്റൽ ഇമേജിലുള്ള എറേഴ്സ് കറക്റ്റ് ചെയ്യുന്ന. സോ ഡിജിറ്റൽ ഇൻ്റർപ്രിറ്റേഷൻ 3 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആ 3 സ്റ്റെപ്സ് ഇമേജ് കറക്ഷൻ, ഇമേജ് എൻഹാൻസ്മെൻറ്റ് ആൻഡ് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷൻ. സോ ഫസ്റ്റ് വണ്ണാണ് ഇമേജ് കറക്ഷൻ. ഇമേജ് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റൽ ഇമേജസിൽ വന്നിട്ടുള്ള എറേഴ്സ് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡിജിറ്റൽ ഇമേജിൽ പലതരം എറേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. മെയിനായിട്ട് 2ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒരു ഡിജിറ്റൽ ഇമേജിലുള്ള ഇറേഴ്സിന്. ഫസ്റ്റ് വണ്ണാണ് റേഡിയോമെട്രിക് എറർ എന്ന് പറയുന്നത്. റേഡിയോമെട്രിക് എറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സെൻസറിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന എററിനെയാണ് റേഡിയോമെട്രിക് എറർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ റിമോട്ട് സെൻസറിലുള്ള ഏതെങ്കിലും ഒരു സെൻസറിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിറ്റക്റ്റേഴ്സിൽ വരുന്ന ഡിഫക്റ്റ് കാരണം വരുന്ന എററിനെയാണ് റേഡിയോമെട്രിക് എറർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എററാണ് ജോമെട്രിക് എറർ. ജോമെട്രിക് എറർ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് അറ്റന്യൂവേഷനൊക്കെ കാരണം ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് ജോമെട്രിക് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് കറക്ഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റേഡിയോമെട്രിക്കും ജോമെട്രിക് എറേഴ്സും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എറർ കറക്ഷനിൽ റേഡിയോമെട്രിക്കും ജോമെട്രിക് എറേഴ്സും ആ ഇമേജിൽ റെഡ്യൂസ് ചെയ്യലാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇമേജ് എൻഹാൻസ്മെൻറ്റ്. അതായത് നമുക്ക് കിട്ടിയ ഇമേജിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള
സ്റ്റെപ്സിനെയാണ് നമ്മൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ ഫോർ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഫോർ ഇൻറ്റർപ്രിറ്റേഷൻ. നമുക്ക് കിട്ടിയ ഇമേജിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെയാണ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ ഇമേജിൽ കോൺട്രാസ്റ്റ് ഇല്ലായിരിക്കും. ആ കോൺട്രാസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ പ്രോപ്പർലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇമേജസിൽ കോൺട്രാസ്റ്റ് ഇംപ്രൂവ് ചെയ്യും. ആൻഡ് യൂഷ്വലി കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ മെത്തേഡ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇമേജ് എൻഹാൻസ്മെൻറ്റും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇമേജ് കറക്ഷന് ശേഷമാണ് നമ്മൾ ആ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്റ്റ് ചെയ്ത് എടുക്കുന്നത്. ആ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ഷനാണ് ഒരു ഇൻറ്റർപ്രറ്ററിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിജിറ്റൽ ഡാറ്റയിൽ നിന്ന് അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്ത് എടുക്കണം. ആൻഡ് ഡിജിറ്റൽ ഡാറ്റയിൽ യൂഷ്വലി പിക്സലായിട്ടായിരിക്കും കാണുന്നതെന്ന് പറഞ്ഞു. ഈ പിക്സൽസിനെയൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് എർത്തിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈയും ക്ലാസിഫൈയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഡിജിറ്റൽ ഡാറ്റയാണോ പിക്ടോറിയൽ ഡാറ്റയാണോ എന്നനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഇൻറ്റർപ്രിറ്റേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. വിഷ്വൽ ഇൻറ്റർപ്രിറ്റേഷനാണോ ഡിജിറ്റൽ ഇൻറ്റർപ്രിറ്റേഷനാണോ ചെയ്യേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് റിമോട്ട് സെൻസിങ് വഴി ഒബ്റ്റെയിൻ ചെയ്ത ഡാറ്റേൻ്റെ ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിമോട്ട് സെൻസിങ് വഴി ഒബ്റ്റെയിൻ ചെയ്ത ഡാറ്റ നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂഷ്വലി ഇങ്ങനെ റിമോട്ട് സെൻസിങ് വഴി ഒബ്റ്റെയിൻ ചെയ്ത ഡാറ്റ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോസ്റ്റൽ ഏരിയേൻ്റെ നമുക്കറിയാം കടൽക്ഷോഭം പോലെയുള്ളത് വഴി കര എടുത്ത് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സുകൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർ ലൈൻ എത്രത്തോളം ഉണ്ട്, ആ ഷോർ ലൈൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബീച്ച് നറിഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഷോർ ലൈനിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും സ്റ്റെപ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പേ ഷോർ ലൈൻ എത്ര ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പ് ഷോർ ലൈൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ഷോർ ലൈനിൽ എന്തൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസിങ് വഴി ഒബ്റ്റെയിൻ ചെയ്ത ഡാറ്റാസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഷോർ ലൈൻ പ്രൊട്ടക്ഷന് വേണ്ടി സ്റ്റെപ്പ് എടുത്തതിന് മുന്നേ ഉള്ള ആ ഷോർ ലൈനിൻ്റെ പിക്ചറും അതിന് ശേഷമുള്ള ഷോർ ലൈനിൻ്റെ പിക്ചറും നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ, അവിടെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നമ്മളെടുത്ത സ്റ്റെപ്പ് കറക്റ്റാണോ ഷോർ ലൈനിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് റിമോട്ട് സെൻസ്ഡ് ഡാറ്റ. അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഷ്യാനിക് ആപ്ലിക്കേഷൻ. അതായത് ഓഷ്യനിൽ നടക്കുന്ന ഡിഫറെൻറ്റ് ചേഞ്ചസ്, അതായത് ഓഷ്യനിൽ വാട്ടർ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നു, അവിടുത്തെ കറണ്ട് സിസ്റ്റം, പിന്നെ ഓഷ്യനിൽ വരുന്ന വേറെ ഡിസ്റ്റർബൻസസ്, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സാറ്റലൈറ്റ് ഇമേജറി യൂസ് ചെയ്യാം. അതുവഴി നമുക്ക് കരയിൽ താമസിക്കുന്ന ആളുകളെ വാൺ ചെയ്യാനും അല്ലെങ്കിൽ ഓഷ്യനിൽ അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് പോകുന്ന ആളുകളെ വാൺ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ഓഷ്യാനിക് ആപ്ലിക്കേഷൻ വഴി ഇത് ചെയ്യാൻ പറ്റും. ഓഷ്യനിലെ വാട്ടർ ടെമ്പറേച്ചർ ചിലപ്പോൾ പറയുന്നേക്കാം, വാട്ടർ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും എവിടെ കൂടുതൽ മീൻ കിട്ടും, മീൻ കുറവ് എവിടെ കിട്ടുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു റിമോട്ട് സെൻസ് ഡാറ്റ ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേവിൻ്റെ ഹൈറ്റ് എത്രത്തോളം കാണും, സർഫസ് വിൻഡ് എത്രത്തോളം കാണും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റിമോട്ട് സെൻസ് ഡാറ്റ വെച്ച് ഡിറ്റക്റ്റ് ചെയ്യാം. ഇത് ബോത്ത് ഷോറിലുള്ള ആളുകളെയും അല്ലാണ്ട് ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഓഷ്യനിലോട്ട് പോകുന്ന ആളുകളെയും അല്ലെങ്കിൽ നമുക്ക് വെദർ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു യൂസ് എന്ന് പറയുന്നത് ഹസാർഡ് അസസ്മെൻറ്റ്. ഇതും നമുക്ക് എർത്ത് ക്വേക്സ്, ഇറോഷൻസ് അല്ലെങ്കിൽ ഫ്ലഡിങ്, വെള്ളപ്പൊക്കം, സ്റ്റോംസ്, ഇതൊക്കെ
കാരണം വന്നിട്ടുള്ള ഡിസ്ട്രക്ഷൻ എത്രത്തോളം ഉണ്ട് അതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് സെൻസ്ഡ് ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രയർ ടു ഈ ഹസാർഡുള്ള പിക്ചറും ഈ ഹസാർഡിന് ശേഷമുള്ള പിക്ചറും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഏരിയയിൽ നാശനഷ്ടം വന്നിട്ടുണ്ട്, അതിൻ്റെ സ്കെയിൽ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാനും നമുക്ക് വേണമെങ്കിൽ റിമോട്ട് സെൻസ്ഡ് ഡാറ്റ യൂസ് ചെയ്യാം. ഹസാർഡ് അസസ്മെൻറ്റ് വേറൊരു ആപ്ലിക്കേഷനാണ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അതായത് നമ്മുടെ നാച്ചുറൽ റിസോഴ്സിനെ മോണിറ്റർ ചെയ്യാം, നമ്മുടെ ഫോറസ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം. എത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നുണ്ട്, വെറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട്, ആ ഇയർ മാറുന്നതനുസരിച്ച് ആ ഫോറസ്റ്റ് കവറിലോ ആ വെറ്റ് ലാൻഡിൻ്റെ ഏരിയയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ, ആ ഏരിയയിൽ കുറവ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏരിയയിൽ ചേഞ്ചസ് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം. വേരിയസ് ടൈപ്പ് ഓഫ് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ എക്കോസിസ്റ്റം മോണിറ്റർ ചെയ്യാനും നമുക്ക് റിമോട്ട് സെൻസ്ഡ് ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ റിമോട്ട് സെൻസിങ് ഡാറ്റ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഉള്ള ആപ്ലിക്കേഷനാണ് ഒന്ന് കോസ്റ്റൽ ആപ്ലിക്കേഷൻ, അതായത് ഷോർ ലൈനിൽ വരുന്ന ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഓഷ്യാനിക് ആപ്ലിക്കേഷൻ, അതായത് ഓഷ്യനെ കുറിച്ച് ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഹസാർഡ് അസസ്മെൻറ്റ്, അതായത് ഓരോ ഹസാർഡ്സിന് ശേഷം അത് എത്രത്തോളം ഇമ്പാക്റ്റ് അവിടെ ആ ഏരിയയിൽ വരുത്തി എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ. ലാസ്റ്റ് വണ്ണാണ് നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതായത് ലാൻഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, വെറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് ഒക്കെ സ്റ്റഡി ചെയ്യാനും അതിന് വരുന്ന ചേഞ്ചസ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ റിമോട്ട് സെൻസ്ഡ് ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു.